അസ്സലാമു അലൈക്കും. ഈ ഭൂമിയിൽ ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നഗരമുണ്ട്. മദീന മുനവ്വറ. വായുവിൽ പോലും പവിത്രത അലിഞ്ഞു ചേർന്ന പുണ്യഭൂമി. 1400 വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പാണ് ഈ നഗരം. എന്നാൽ ഈ മദീനയുടെ ഹൃദയഭാഗത്ത് മുസ്ലിം ലോകത്തെ എന്നേക്കുമായി തകർക്കാൻ ലക്ഷ്യമിട്ട് നടന്ന ഒരു രഹസ്യ ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ശരീരം മോഷണം പോകാതെ സംരക്ഷിക്കപ്പെട്ട ആ ചരിത്ര നിമിഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദ്വേഗജനകമായ ആ രഹസ്യ ദൗത്യത്തിന്റെ കഥയിലേക്ക് നമുക്ക് പോകാം. കാലം AD 1164. മദീന നഗരം രാത്രിയുടെ നിശബ്ദതയിൽ ഉറങ്ങുകയാണ്. തെരുവുകളിൽ അങ്ങിങ്ങായി കാവൽക്കാർ പട്രോളിംഗ് നടത്തുന്നുണ്ട്. പള്ളിക്കടുത്തുള്ള വീടുകളിൽ പണ്ഡിതന്മാരും തീർത്ഥാടകരും വിശ്രമിക്കുന്നു. എന്നാൽ ആർക്കും അറിയാത്ത ഒരു സത്യം മസ്ജിദുൻ നബവിക്ക് തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ അടിത്തറയ്ക്കടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ 2 പേർ തുരങ്കം കുഴിക്കുകയാണ്. 6 മാസങ്ങളായി ഓരോ രാത്രിയും അവർ ഇരുട്ടിന്റെ മറവിൽ മണ്ണുമാറ്റുന്നു. ഇപ്പോൾ ഏകദേശം 50 അടി നീളമുണ്ട് ആ തുരങ്കത്തിന്. മുകളിലെ പവിത്രമായ ഖബറിടത്തിലേക്ക് അവർ അടുത്തു കഴിഞ്ഞു. അവർക്കത് മുകളിൽ അനുഭവിക്കാൻ കഴിയും. മറ്റാരെങ്കിലും ഈ ദൗത്യം ചെയ്തിരുന്നെങ്കിൽ അത് കേവലം ഒരു മോഷണമോ കുറ്റകൃത്യമോ ആകുമായിരുന്നു. എന്നാൽ ഈ 2 പേർ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രത്തെയാണ്. അവർ വിജയിച്ചിരുന്നെങ്കിൽ മുസ്ലിം ലോകം പുകയുന്ന അഗ്നിപർവ്വതമാകുമായിരുന്നു. പക്ഷേ 800 മൈലുകൾക്കപ്പുറം സിറിയയിലെ ദമാസ്കസിലിരുന്ന് മറ്റൊരാൾ ഈ തുരങ്കത്തിന്റെ പ്രകമ്പനം അറിയുന്നുണ്ടായിരുന്നു. ആരായിരുന്നു ഈ 2 ക്രൂരന്മാർ? ഇത്രയധികം സുരക്ഷയുള്ള മദീനയിൽ ആരും അറിയാതെ 6 മാസം അവർ എങ്ങനെ പണിയെടുത്തു? മദീനയുടെ ഓരോ വീടിനും ഓരോ കല്ലിനും കാവലുള്ളപ്പോൾ അവർ എങ്ങനെ ഒളിഞ്ഞിരുന്നു? ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലോകം കണ്ട വലിയ രാജാക്കന്മാരുടെയെല്ലാം ശവകുടീരങ്ങൾ കാലക്രമേണ തകർക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഖബർ എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. റോമിലെയും പേർഷ്യയിലെയും ചക്രവർത്തിമാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. എന്നാൽ 14 നൂറ്റാണ്ടുകളായി ഒരാളുടെ ഖബറിടം മാത്രം മാറ്റമില്ലാതെ പവിത്രമായി നിലകൊള്ളുന്നു. അത് തകർക്കുക എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചിരകാല സ്വപ്നമായിരുന്നു. അത് നടപ്പിലാക്കാൻ അയക്കപ്പെട്ടവരായിരുന്നു ഈ 2 വിദേശികൾ. മൊറോക്കോയിൽ നിന്നുള്ള തീർത്ഥാടകർ എന്ന വ്യാജേനയാണ് ഇവർ മദീനയിലെത്തിയത്. നീണ്ട താടിയും വെളുത്ത വസ്ത്രങ്ങളും കയ്യിൽ തസ്ബീഹ് മാലയുമായി അവർ നഗരത്തിൽ ഏറ്റവും ഭക്തരായ മനുഷ്യരായി അഭിനയിച്ചു. തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മറയ്ക്കാൻ അവർ നഗരത്തിലെ ദരിദ്രർക്ക് വലിയ തോതിൽ ദാനധർമ്മങ്ങൾ നടത്തി. നാട്ടുകാർ അവരെ സ്നേഹിച്ചു, വിശുദ്ധന്മാർ എന്ന് വിളിച്ചു. അവർ മനഃപൂർവ്വം മസ്ജിദുൻ നബവിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്തു. പകൽ സമയങ്ങളിൽ പള്ളിയിൽ പ്രാർത്ഥനയിലും രാത്രികളിൽ ഭൂമിക്കടിയിൽ കുഴിയെടുക്കലിലുമായിരുന്നു അവരുടെ ശ്രദ്ധ. കുഴിയെടുക്കുന്ന മണ്ണ് പുറത്തുകൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അവർ അത് തുകൽ സഞ്ചികളിൽ നിറച്ച് നഗരത്തിന് പുറത്തുള്ള ജന്നത്തുൽ ബഖി എന്ന ഖബറിസ്ഥാനിൽ കൊണ്ടുപോയി ആരും കാണാതെ വിതറി. പവിത്രമായ ഖബറുകൾ നന്നാക്കുകയാണെന്ന് നാട്ടുകാർ കരുതി. അവരുടെ അഭിനയം അത്രമേൽ പൂർണ്ണമായിരുന്നു. എന്നാൽ ഈ കളി അധികകാലം നീണ്ടുപോയില്ല. ദമാസ്കസിലെ ഭരണാധികാരി സുൽത്താൻ നൂറുദ്ദീൻ സംഗി ഒരു രാത്രിയിൽ അസ്വസ്ഥനായി ഉണർന്നു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു പ്രത്യക്ഷപ്പെട്ടു. ചുവന്ന മുഖവും നീലക്കണ്ണുകളുമുള്ള 2 പേരെ ചൂണ്ടി പ്രവാചകൻ പറഞ്ഞു, "മഹ്മൂദ്, ഈ 2 പേരിൽ നിന്ന് എന്നെ രക്ഷിക്കൂ." സുൽത്താൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. അതൊരു സാധാരണ സ്വപ്നമായിരുന്നില്ല. ഒരേ രാത്രി തന്നെ 3 തവണ ആ സ്വപ്നം ആവർത്തിച്ചപ്പോൾ സുൽത്താന് മനസ്സിലായി, തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ വലിയൊരു അപകടത്തിലാണ്. സുൽത്താൻ നൂറുദ്ദീൻ സംഗി ആരായിരുന്നു എന്ന് നാം ഓർക്കണം. അദ്ദേഹം നീതിമാനും ദൈവഭക്തനുമായ ഒരു നേതാവായിരുന്നു. കുരിശുയുദ്ധക്കാരെ തുരത്താൻ മുസ്ലിങ്ങളെ ഒരുമിപ്പിച്ച ധീരൻ. പ്രവാചകന്റെ വിളി കേട്ട് അദ്ദേഹം ഒരു നിമിഷം പോലും വൈകിയില്ല. ദമാസ്കസിൽ നിന്ന് മദീനയിലേക്ക് മാസങ്ങളെടുക്കുന്ന യാത്ര അദ്ദേഹം കേവലം 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. 20 കുതിരപ്പടയാളികളുമായി മരുഭൂമിയിലൂടെ അദ്ദേഹം പാഞ്ഞു. മദീനയിലെത്തിയ അദ്ദേഹം ആരോടും സത്യാവസ്ഥ വെളിപ്പെടുത്തിയില്ല. പകരം ഒരു തന്ത്രം പ്രയോഗിച്ചു. നഗരത്തിലെ എല്ലാവർക്കും സുൽത്താൻ സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഓരോരുത്തരായി സുൽത്താന്റെ മുന്നിലൂടെ കടന്നുപോയി. പക്ഷെ തന്റെ സ്വപ്നത്തിൽ കണ്ട ആ മുഖങ്ങൾ സുൽത്താൻ കണ്ടില്ല. ഒടുവിൽ ഗവർണറോട് ചോദിച്ചു, "ഇനി ആരെങ്കിലും വരാനുണ്ടോ?" ഗവർണർ പറഞ്ഞു, "2 പേർ കൂടിയുണ്ട്. പക്ഷെ അവർ വളരെ ഭക്തരാണ്, സമ്മാനം സ്വീകരിക്കുന്നവരല്ല." അവരെ നിർബന്ധപൂർവ്വം ഹാജരാക്കാൻ സുൽത്താൻ ആവശ്യപ്പെട്ടു. ആ 2 പേർ മുന്നിലെത്തിയ നിമിഷം സുൽത്താൻ തിരിച്ചറിഞ്ഞു, ഇവർ തന്നെയാണ് സ്വപ്നത്തിലെ ആ മുഖങ്ങൾ. അവരുടെ വീട്ടിൽ സുൽത്താൻ നേരിട്ട് പരിശോധന നടത്തി. ഉപരിതലത്തിലെല്ലാം ഭക്തി നിർഭരമായിരുന്നു. എന്നാൽ തറയിലെ വിരിച്ചിരുന്ന പരവതാനി മാറ്റിയപ്പോൾ ആ ഭയാനകമായ സത്യം പുറത്തുവന്നു. അവിടെ ഒരു തുരങ്കമുണ്ടായിരുന്നു. 3 അടി കൂടി കുഴിച്ചിരുന്നെങ്കിൽ അവർ ഖബറിടത്തിലെത്തുമായിരുന്നു. ചോദ്യം ചെയ്യലിൽ അവർ സത്യം സമ്മതിച്ചു. യൂറോപ്യൻ ശക്തികൾ അയച്ച ചാരന്മാരായിരുന്നു അവർ.
ആ നിമിഷം തന്നെ സുൽത്താൻ അവരെ വധിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അവിടെയും അദ്ദേഹം നിർത്തിയില്ല. ഭാവിയിൽ ഇത്തരമൊരു ശ്രമം ആരും നടത്താതിരിക്കാൻ അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം മദീനയിൽ നിർമ്മിച്ചു. പവിത്രമായ കബറിടത്തിനു ചുറ്റും ആഴത്തിലുള്ള കുഴികളുണ്ടാക്കി ടൺ കണക്കിന് ഉരുക്കിയ ഈയം അതിലേക്കൊഴിച്ചു. ആ ഈയം തണുത്ത് ഭൂമിക്കടിയിൽ ഉറച്ച ഒരു ഉരുക്കുമതിൽ പോലെ ഇന്നും നിൽക്കുന്നു. 900 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ മതിൽ അവിടെയുണ്ട്, കാവലായി. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പോലെ പ്രവാചകൻ സംരക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്രം മാത്രമല്ല, വിശ്വാസവും സത്യവും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ തെളിവുകൂടിയാണ്. ഈ അത്ഭുതകരമായ ചരിത്രം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ആധികാരികമായ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇനിയും കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. ജസാക്കല്ലാഹു ഖൈർ.